അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ വിദ്യാർത്ഥി വിഭാഗമായ വിസ്ഡം സ്റ്റുഡൻസിന്റെ ഒരു സമ്മേളനം മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ വെച്ച് നടന്നു. സമ്മേളനത്തിൽ വലിയ രീതിയിൽ തന്നെ വിദ്യാർത്ഥികൾ ഒത്തുചേർന്നു. കേരളത്തിന്റെ എല്ലാ മുക്കുമൂലകളിൽ നിന്നും നിരവധി വിദ്യാർത്ഥികൾ അവിടെ ഒത്തുചേർന്നു. സമ്മേളനത്തിന്റെ പ്രധാനമായ പ്രമേയം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ നാടുകളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെയാണ്. അതിന്റെ ഗൗരവത്തെ ഉണർത്തിക്കൊണ്ടും അത്തരം പ്രവണതകളിൽ നമ്മുടെ വിദ്യാർത്ഥികൾ പെട്ടുപോകരുത് എന്നൊക്കെ ഉത്ബോധനം നടത്തിക്കൊണ്ട് അവിടെ വലിയ രീതിയിലുള്ള ചർച്ചകളും സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നു. അതിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരടക്കം പങ്കെടുക്കുകയുണ്ടായി. വളരെ നല്ല നിലയിൽ അവസാനിക്കേണ്ട പ്രോഗ്രാമിനെ അവസാന ഘട്ടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് സ്റ്റേജിലേക്ക് കയറി വളരെ പ്രകോപനമുണ്ടാക്കുന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ട് നിർത്തിക്കുകയാണ് ചെയ്തത്. പരിപാടി 10 മണിയാണ് മൈക്ക് പെർമിഷൻ എങ്കിൽ ആ സമയത്ത് അത് നിർത്തേണ്ടതുമാണ്. എന്നാൽ സംഘാടകരുടെ പ്രതീക്ഷയ്ക്കും അപ്പുറം ഒരുപാട് വിദ്യാർത്ഥികൾ പല ദിക്കുകളിൽ നിന്ന് വന്നതോടുകൂടി അവർക്ക് പ്രോഗ്രാമിന്റെ ഷെഡ്യൂൾ ചെയ്ത ചില ടൈമുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയി. അത് സ്വാഭാവികമാണ്. പലരുടെയും പ്രഭാഷണങ്ങൾ അവരുടെ ടൈം പോലും ചുരുക്കിക്കൊണ്ടാണ് സംസാരിച്ചിട്ടുള്ളത്. സമയം 10 മണിയായി. അവസാനമായി സമാപന പ്രസംഗമാണ് നടക്കേണ്ടത്. സമാപന പ്രസംഗം നടത്തേണ്ട ആള് തന്നെ അവരുടെ പ്രഭാഷണം പോലും പെട്ടെന്ന് തന്നെ സ്കിപ്പ് ചെയ്ത് സമയം അത് പെട്ടെന്ന് നിർത്താൻ വേണ്ടിയുള്ള ഒരു തത്രപ്പാടില്ല. ആ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഈ പരിപാടിയുടെ അവസാന സമയത്ത് നിന്ന് ഇടക്കിടക്കെ പറഞ്ഞുകൊണ്ട് സ്പീഡിൽ പല കാര്യങ്ങളും പറഞ്ഞു തീർക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അത് 10:05, 10:06, 10:08 ആ ഒരു അത്രയും സമയം എടുത്തുള്ളൂ. ഏതാനും മിനിറ്റുകൾ മാത്രമേ ആയുള്ളൂ. ആ സമയത്താണ് പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ വന്നുകൊണ്ട് സ്റ്റേജിലേക്ക് കയറി വന്ന് നിർത്താൻ വേണ്ടി വളരെ വലിയ സൗണ്ട് എടുത്തുകൊണ്ടൊക്കെ സംസാരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ സമ്മേളനം അവസാനിക്കുന്ന സമയത്ത് എന്റെ ശബ്ദം കേൾക്കുന്ന ഓൺലൈനിൽ എന്നെ കേൾക്കുന്നവരോട് എന്റെ ശബ്ദം കേൾക്കുന്ന സഹപ്രവർത്തകരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, പ്രിയമുള്ളവരെ, ഇവിടെ സാമ്പത്തികമായ ഒരു പ്രയാസം നമുക്കുണ്ടാകരുത്. അതുകൊണ്ട് തന്നെ കഴിയുന്ന രൂപത്തിൽ ഇതിൽ സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആത്മാർത്ഥമായ പ്രാർത്ഥനകളോടുകൂടെ പിരിഞ്ഞു പോകണം എന്ന് പറഞ്ഞ് എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കും. സ്വാഭാവികമാണ്, സംഘാടകർക്ക് വിഷമമുണ്ടാകും. അവരതവിടെ പ്രകടിപ്പിക്കുകയും ചെയ്തു. മറ്റൊന്നുമില്ല, നമ്മളെ നാട്ടില് DJ പാർട്ടി നേരം വെളുക്കുന്നവരെ നടത്താൻ ഒരു കുഴപ്പമില്ല. ഒരു 10 മിനിറ്റ് സമയം ഇങ്ങനത്തെ ഒരു പരിപാടി നീളുമ്പോൾ വലിയ പ്രശ്നം. രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പെരിന്തൽമണ്ണ അങ്ങാടിയിൽ ഇനി 10 മണിക്ക് ശേഷം നടക്കുന്ന പ്രോഗ്രാം അതെല്ലാവരും ശ്രദ്ധിക്കേണ്ട തന്നെ. ഇതിന് മാത്രമാകാൻ പാടില്ല, ബാധിക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും എല്ലാവരോടും ഞങ്ങൾ നിയമം പാലിക്കുന്നവരാണ്, അംഗീകരിക്കുന്നവരാണ്. പക്ഷേ നേരം വെളുക്കുന്നത് വരെ രാത്രി 12 മണിക്കും 1 മണിക്കും വരെ DJ പാർട്ടിയും മറ്റും നടത്താൻ ഒരു പ്രശ്നമില്ലാത്ത നാട്ടിൽ, കള്ള് കുടിച്ച് കൂത്താടാൻ ഒരു പ്രശ്നമില്ലാത്ത നാട്ടിൽ ഒരു 10 മിനിറ്റ് സമയം ഇത്രയും 10,000 കൂടിയ ഒരു തരത്ത് അല്പം വൈകിയപ്പോഴേക്ക് ഒരു നിയമപാലകൻ വന്ന് ശബ്ദം ഉണ്ടാക്കുകയാണ്. ചരിത്രത്തിലില്ലാത്ത സംഭവമാണ്. ഞങ്ങൾ ഉണ്ടാക്കാൻ ഒന്നും ശ്രമിച്ചില്ല. അവർ പറഞ്ഞു, അപ്പോൾ തന്നെ പ്രോഗ്രാം അവിടെ നിർത്തുകയും ചെയ്തു. നിയമം പാലിക്കുന്നവരാണ്. അത് രാഷ്ട്രീയ പ്രമുഖരും അതുപോലെ തന്നെ മറ്റ് ആളുകളുമൊക്കെ അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിൽ ചർച്ചയായി. സ്വാഭാവികമാണ്, പത്രമാധ്യമങ്ങളിലുമൊക്കെ അത് വലിയ രീതിയിൽ തന്നെ ന്യൂസുകളായും വന്നു. എന്നാൽ ചില മുസ്ലിയാക്കന്മാർ അവർ രംഗത്ത് വരികയാണ്. ക്ഷീരമുള്ളോരകിടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന രൂപത്തിൽ ചില മുസ്ലിയാക്കന്മാർ വന്ന് ഇവിടെ ഫിത്ന പ്രചരിപ്പിക്കുകയാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ കുറിച്ച്. യഖൂനു ഫി ആഖിറി സമാനി ദജ്ജാലൂന കസ്സാബൂന എന്ന് പറയുന്ന ആ ഒരു ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞ ഒരു സംസാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പഠിപ്പിച്ചു, യകൂനു ഫി ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂൻ, അന്ത്യനാളിൽ കബളിപ്പിക്കുന്നവർ വരും, ധാരാളം കളവ് പറയുന്നവർ വരും. അവർ നിങ്ങളുടെ മുൻഗാമികൾ കേൾക്കാത്ത ആശയങ്ങൾ പറയും. യതൂനക്കും മിനൽ അഹാദീസ് ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉക്കും, ഇയ്യാക്കും വഇയ്യാഹും, അവരെ നിങ്ങൾ സൂക്ഷിക്കണം. ലാ യുളില്ലൂനക്കും വലാ യഫ്തിനൂനക്കും, അവർ നിങ്ങളെ പിഴപ്പിച്ചു കളയരുത്, നിങ്ങളെ ഈമാൻ നഷ്ടപ്പെടുത്തരുത്. ആഖിർ സമാനിൽ ചില ദജ്ജാലുകൾ വരും. അവര് സത്യവും അസത്യവും കൂട്ടിക്കലർത്തി ജനങ്ങളെ കബളിപ്പിക്കും, അസത്യങ്ങൾ പറയും, മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത കാര്യങ്ങൾ അവർ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായി നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഇത് മുസ്ലിയാക്കന്മാർക്ക് തന്നെയാണ് ചേരുന്നത് എന്ന്. പ്രത്യേകിച്ച് AP സമസ്തയിലെ മുസ്ലിയാക്കന്മാർക്ക് തന്നെയാണ് ചേരുന്നത്. ഒരു കോട്ട് സക്കാഫി അദ്ദേഹം ഈ സമ്മേളനത്തെ എതിർത്തുകൊണ്ട് ഇവിടെ ഭയങ്കര എന്തോ ഭീകര സംഭവം നടന്നു എന്നൊക്കെ വരുത്തി തീർക്കുന്ന രീതിയിൽ
അദ്ദേഹം സംസാരിക്കുന്നത് കേട്ടു. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് വന്നത്. കുബൂരികളൊന്ന് ഓർക്കണം, നിങ്ങളിവിടെ എത്ര തന്നെ നല്ല പിള്ള ചമയാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് അതിന് ആകില്ല. അതിന് മാത്രം തോന്നിവാസങ്ങൾ, തമ്മാടിത്തരങ്ങൾ നിങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ പല തമ്മാടിത്തരവും ചെയ്തു വെച്ചവരാണ്. വെള്ളത്തലയിക്കെട്ടും വെള്ളവസ്ത്രവും ധരിച്ച് നിങ്ങൾ വലിയ വലിയ സംഭവമാണ് എന്നും നിങ്ങൾ ധരിക്കേണ്ട. നിങ്ങളെ കുറിച്ചൊക്കെ കേരള സമൂഹത്തിന് അറിയാം. നിങ്ങളെ കാന്തപുരത്തിനെ അടക്കം സകലരെയും എല്ലാവർക്കും അറിയാം. നിങ്ങളെ വിചാരം നിങ്ങൾ വലിയ വലിയ സംഭവം എന്തൊക്കെയാണ് എന്നാണ്. നമുക്ക് മുസ്ലിയാരുടെ സംസാരം കേൾക്കാം. ആണെങ്കിലും അതുപോലെ മദ്യത്തിനെതിരെയാണെങ്കിലും ഇവിടെ ഏത് പരിപാടി നടത്തുന്ന ആളുകളും നിയമത്തിന്റെ ഉള്ളിലായിരിക്കണം പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കേണ്ടത്. മാത്രമല്ല, ഈ ഒരു വിദ്യാർത്ഥി സമൂഹത്തിന്റെ മുന്നിൽ ഇത്രയും വലിയ നിയമത്തെ വെല്ലുവിളിക്കുന്ന പ്രസംഗം നടത്തുമ്പോൾ എന്ത് സന്ദേശമാണ് വിദ്യാർത്ഥികൾ? ഇപ്പോൾ ഈ മുസ്ലിയാര് ഇപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താണ്? ഇവിടെ നിയമത്തെ വെല്ലുവിളിച്ച് എന്ത് നിയമത്തെയാണ് ഇവിടെ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നത്? ആ ഒരു പ്രോഗ്രാമിൽ മദ്യത്തിനെതിരെ സംസാരിക്കുക എന്ന് പറഞ്ഞ നിയമത്തെ വെല്ലുവിളിക്കലാണോ? അങ്ങനെ ഒരു പ്രമേയം കൊണ്ടുവരിക പറഞ്ഞാൽ നിയമത്തെ വെല്ലുവിളിക്കലാണോ? എന്താണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്? എന്താണ് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ ഒന്നാം തരം തമ്മാടിത്തരമല്ല ഇവൻ പറഞ്ഞത്. എന്ത് നിയമത്തെയാണ് ഇവിടെ വെല്ലുവിളിച്ചത്? നിയമത്തെ വെല്ലുവിളിച്ചവർ ആരാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ കേരളക്കരയിൽ ഇവരെ കണക്ക് തമ്മാടിത്തരവും ആക്രമണവും കുഴപ്പവും ഉണ്ടാക്കിയ വേറൊരു ടീം ഉണ്ടാകില്ല. BJP-ക്കാരെക്കാളും ഡേഞ്ചറാണ് ഈ സാധനം. ഈ മുസ്ലിയാക്കന്മാർ, ഈ AP സമസ്തയിലെ മുസ്ലിയാക്കന്മാർ, ഇവരെ പോലെ അക്രമങ്ങൾ നടത്തിയ വേറൊരു ടീം ഉണ്ടാകില്ല. ഇവർക്ക് ഭീകരവാദ തീവ്രവാദ സംഘടനകൾ പോലും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. എത്ര കേസുകളുണ്ട് ഇവരെ പല തലയ്ക്കെട്ട് കിട്ടിയ മൊല്ലാക്കന്മാരുടെയും പേരിൽ അറിയാമല്ലോ. ഓരോന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇവരിവിടെ നിയമത്തെ വെല്ലുവിളിച്ചു. ആ സമ്മേളനത്തിൽ ഏത് സമയത്താണ്, ഏത് സെക്കൻഡിലാണ് നിയമത്തെ വെല്ലുവിളിച്ചത്? പച്ച നുണ സമൂഹത്തിന്റെ മുന്നിൽ വന്ന് പറയുകയാണ്. നാളെ മയക്കുമരുന്നിനെതിരെ നടപടി സ്വീകരിക്കേണ്ടത് ഈ പോലീസ് ഉദ്യോഗസ്ഥരാണ്. അവർക്ക് സമൂഹത്തിലുള്ള മൂല്യം പോലും തകർത്ത് കളയുന്ന, അവരൊരു ക്രിമിനലിസ്റ്റുകളാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലല്ലേ ആ ഉദ്യോഗസ്ഥനെതിരെ ഈ പ്രസംഗിക്കുന്നത്? പിന്നെ എങ്ങനെയാണ് ഇവിടെ അവിടെ ഏത് ഉദ്യോഗസ്ഥരെ ബഹുമാനപ്പെട്ട എന്ന് പറഞ്ഞിട്ടാണ് TK അഷ്റഫ് സാഹിബ് അവിടെ സംസാരിച്ചത്? മുജാഹിദിന്റെ പ്രഭാഷകൻ അവിടെ സംസാരിച്ചത് ബഹുമാനപ്പെട്ട നിയമപാലകർ എന്ന് പറഞ്ഞിട്ടാണ്. ലഹരിക്കെതിരെയാണ് അവിടെ സംസാരിക്കുന്നത്. ലഹരിക്കെതിരെ ഈ ബഹുമാനപ്പെട്ട നിയമപാലകർ ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട് ലഹരി കൊണ്ട്. അതിന് ശമനമുണ്ടാക്കാനുള്ള ഒരു പ്രോഗ്രാമാണ് ഇവിടെ. അവർക്ക് പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ ലഹരി പോലെയുള്ള ഉപയോഗം. അതിനെതിരെ നടക്കുന്ന ഒരു പ്രോഗ്രാമാണ് എന്നാ പറഞ്ഞത്. അതല്ലാതെ ഒരിക്കലും ഒരു പോലീസുകാരനെയും മോശപ്പെടുത്തി അവിടെ സംസാരിച്ചിട്ടില്ല. അവിടെ വന്ന് വലിയ രീതിയിൽ ശബ്ദമുണ്ടാക്കി ഒരു പ്രോഗ്രാമിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ശബ്ദമുണ്ടാക്കി സംസാരിച്ചതിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. ഒരു മാന്യമായ പെരുമാറ്റം പറഞ്ഞിട്ടുണ്ടെന്ന് അത് ചെയ്ത ശരിയാണ്. അത് നമ്മുടെ ഒരാളോട് തന്നെ പറഞ്ഞ പോലീസിന് എന്തോ ഇൻസൾട്ട്. ഈ പറയുന്ന ടീമിന്റെ ആൾക്കാർ എന്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്? നാണമില്ലാതെ ഈ കുബൂരി പച്ച നുണ പറയാണ്, ദജ്ജാലിന്റെ പണിയെടുക്കുകയാണ്, ഫിത്ന ഉണ്ടാക്കിയാണ് ഇവിടെ. 10 മണിയും കഴിഞ്ഞ് വീണ്ടും പ്രസംഗിച്ച് 10 മിനിറ്റും കഴിഞ്ഞ് 20 മിനിറ്റും ഒക്കെ കഴിഞ്ഞു എന്നാണ് കേൾക്കുന്നത്. അങ്ങനെയുള്ള ഘട്ടത്തിൽ 20 മിനിറ്റ് കഴിഞ്ഞു എന്നൊക്കെയാണ് കേൾക്കുന്നത്. ഇവർ ഫിത്നയല്ലേ? ഒന്നാം നമ്പർ ദജ്ജാലല്ലേ പേരോട് പറഞ്ഞ അവസ്ഥയിൽ? ഇവൻ ഒന്നാം നമ്പർ ദജ്ജാലാണ്, തമ്മാടിയാണ്, തലയിക്കെട്ട് കെട്ടിയ തൊപ്പിയിട്ട തമ്മാടി. അല്ലാണ്ട് ഈ രീതിയിൽ സംസാരിക്കുമോ? ഈ കേരളക്കരയിൽ ഒരു മുസ്ലിയാരായോണ്ടോ ഞാനിത് പറയുന്നത്? സമൂഹത്തെ നല്ല നിലയിൽ കൊണ്ടുപോകേണ്ട, സമൂഹത്തിനിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ ശ്രമിക്കേണ്ട, നേതൃത്വം നൽകേണ്ട ആളുകളാണല്ലോ മുസ്ലിയാക്കന്മാർ. അങ്ങനെയാണല്ലോ എല്ലാവരും പറയാറുള്ളത്. അങ്ങനെയുള്ള ഒരു മുസ്ലിയാരാണ് ഈ പറയുന്നത്. 10 മണിയും കഴിഞ്ഞു, 10:20 കഴിഞ്ഞു. എവിടെ 10:20 കഴിഞ്ഞത്? എവിടെ 10:20 കഴിഞ്ഞത്? ഏതാനും സമയങ്ങൾ മാത്രമേ കഴിഞ്ഞുള്ളൂ. ആ പരിപാടി അവസാനിക്കാൻ പോവുകയാണ്. അതല്ലാതെ ഇതിന്റെ പാതിരാവായതല്ല ഇവിടെ നടന്നത്. നിങ്ങളുടെ പാതിരാവായതല്ല ഇവിടെ നടന്നത്. ഒരു സമ്മേളനമാണ്. നമ്മൾ മുജാഹിദിന്റെ പ്രോഗ്രാം ഒക്കെ കേരളക്കരയിലുള്ള എല്ലാ ആളുകൾക്കും അറിയാം. അവർ തുടങ്ങുക മഗ്‌രിബ് കഴിഞ്ഞാലോ ഇല്ലെങ്കിൽ ഒരു വൈകുന്നേരം 4 മണിക്കോ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 10 മണി, അതിന്റെ അപ്പുറം പോകില്ല. 9:30 ഇല്ലെങ്കിൽ 9:45, ഏറി വന്നാൽ 10 മണി, അതിനപ്പുറം പോകാറില്ല. അതിന് മുമ്പേ തീർക്കുന്നവരാണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. അതിനു മുമ്പേ എത്ര സമ്മേളനങ്ങൾ നടന്നു, അതൊക്കെ പെട്ടെന്ന് തന്നെ തീർക്കാറുണ്ട്. പറയുന്നതിന് മുമ്പേ തന്നെ തീർക്കാറുണ്ട്. ഇത് വലിയ രീതിയിൽ വിദ്യാർത്ഥികൾ വന്നു പ്രോഗ്രാമിലേക്ക്, സമ്മേളനത്തേക്ക് വലിയ രീതിയിൽ തന്നെ വിദ്യാർത്ഥികൾ വന്നു.
നിയന്ത്രിക്കാൻ പറ്റുന്നതിന് അപ്പുറത്തേക്ക്, പ്രതീക്ഷയിലും അപ്പുറത്തേക്ക് വിദ്യാർത്ഥികൾ വന്നു. നിങ്ങൾ അതിന്റെ ആകാശ കാഴ്ച ഇപ്പൊ ഈ പറയുന്ന കുബൂരിയുടെ സ്ക്രീനിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. ഇവൻ ഈ വീഡിയോ കാണിക്കുന്നതിനിടയിൽ അത് ബ്ലർ ചെയ്യുന്നുണ്ട്. ആകാശ കാഴ്ച വരുന്ന സമയത്ത് ബ്ലർ ചെയ്യുന്നുണ്ട്. ഇവന്റെ മുഖമടക്കം, ഇവന്റെ മോന്തായമടക്കം അതിൽ ബ്ലർ ആകുന്നുണ്ട്. നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും. കാണിക്കില്ല. ഇവര് വിചാരം ഈ പറയുന്ന ഈ വെള്ളത്തൊപ്പിക്കാർ കുറയാണ് ഇരിക്കുന്നത് വലിയ സംഭവം, ഭയങ്കര ആൾക്കാരാണ്. എന്നാൽ മറ്റുള്ളവർക്ക് ആരുമില്ല. ഇവര് മാത്രമാണ് എല്ലാം. ലോകം മുഴുവനും ഇവര് മാത്രമാണ്. മനസ്സിലായി, ഈ കുബൂരികൾ മാത്രമാണ്. അങ്ങനെ വലിയ രീതിയിൽ വിദ്യാർത്ഥികൾ വന്നപ്പോൾ ചില ക്രമീകരണങ്ങൾ, അതുപോലെ തന്നെ ഈ പറയുന്ന വിദ്യാർത്ഥികളൊക്കെ സദസ്സിലേക്ക് ഇരുത്തണമല്ലോ, അതിൻ്റെതായ സെറ്റിംഗ്സും കാര്യം കൊണ്ട് ചില ടൈമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി. അതുകൊണ്ട് തന്നെ പ്രഭാഷണം നടത്തുന്ന ആളുകളുടെ നമുക്ക് പ്രോഗ്രാമിന്റെ ഷെഡ്യൂൾ എന്താണെന്ന് നമുക്കറിയാമല്ലോ. അങ്ങനെ ആ ടൈമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയപ്പോൾ ചില സംസാരങ്ങളൊക്കെ പണ്ഡിതന്മാർ ചുരുക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്. അവർ എന്നിട്ടും തന്നെ സമയം മാക്സിമം പോയി 10 മണിയാകുമ്പോൾ അത് നിർത്താൻ വേണ്ടിയാണ് പോകുന്നത്. 10 മണി ആയിട്ടും അത് നിർത്താൻ വേണ്ടിയാണ് പോകുന്നത്. അതിന്റെ സമാപന സംസാരം ഏതാനും മിനിറ്റുകൾ മാത്രമാണ്. സാധാരണ സമാപന സമ്മേളനം നടത്തുന്ന പോലെ, സമാപന പ്രഭാഷണം നടത്തുന്ന പോലെ വലിയ രീതിയിലെ പ്രഭാഷണമൊന്നും ഇല്ല അവിടെ. നിങ്ങൾക്ക് ആ പ്രഭാഷണം നടത്തുന്ന, നിങ്ങൾ ലൈവിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രഭാഷണം നടത്തുന്ന ആളുകൾ അയാളുടെ പേജ് പെട്ടെന്ന് മറിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ സ്പീഡ് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ അദ്ദേഹം ഇതിന്റെ അവസാന ഘട്ടത്തിൽ പലതവണയായി പറയും, നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. പരിപാടി ഇവിടെ നിർത്താൻ വേണ്ടി പോവുകയാണ് എന്നുള്ളത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ വേണ്ടി പോവുകയാണ് അദ്ദേഹം. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞ് തീർക്കുന്ന സമയത്താണ് ഈ പോലീസുകാരൻ വന്നിട്ട് ഇങ്ങനെ വലിയ രീതിയിൽ ശബ്ദമുണ്ടാക്കിയത്. പിന്നെ ഫോൺ ചെയ്തു എന്നൊക്കെ ഇവൻ പറയുന്നുണ്ട്. നമുക്ക് ഏതായാലും ഈ കുബൂരിയുടെ സംസാരം കേൾക്കാം. പോലീസുകാർ കടന്നു വരുമ്പോൾ അതിനെതിരെ ഈ ആക്രോശം ശരിയാണോ? അതിന് പറയുന്ന ഒരു കാരണം മയക്കുമരുന്നിനെതിരെ സംസാരിച്ചു എന്നാണ്. മയക്കുമരുന്നിനെതിരെ സംസാരിക്കുന്ന ആളുകൾ വീണ്ടും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണോ ഇത് നടത്തേണ്ടത്? മാത്രമല്ല, ഈ മയക്കുമരുന്ന് എന്താണ് ഇവിടെ നിയമവിരുദ്ധമായ പ്രവർത്തനം? അവരുടെ പരിപാടി ക്ലോസ് ചെയ്യാനല്ലേ പോകുന്നത്. അതിന്റെ കാര്യങ്ങൾ നിയമപാലകർക്ക് അവർ പറഞ്ഞു കൊടുത്തതാണല്ലോ. അത്ര തന്നെ വലിയൊരു ഗുരുതരമായ പ്രശ്നമാണ് ഈ പ്രസംഗിച്ച വ്യക്തി നടത്തിയിട്ടുള്ളത്. കാരണം അവിടെ ധാരാളം വിദ്യാർത്ഥികളാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ആ വിദ്യാർത്ഥികൾക്ക് എന്ത് സന്ദേശമാണ് ഇദ്ദേഹത്തിന്റെ പ്രസംഗം നൽകിയിരിക്കുന്നത്? ഒരു കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞ ദജ്ജാലൂന കദ്ദാബുന, 1-ാം നമ്പർ ദജ്ജാലാണ് ഈ കോട്ട് സഖാഫി. ഇവിടെ ഫിത്ന ഉണ്ടാക്കിയാണ്. അവിടെ എന്ത് സന്ദേശമാണ് നൽകിയത്? അവിടെ മയക്കുമരുന്നിനെതിരെ, അതുപോലെ തന്നെ മറ്റുള്ള പ്രശ്നങ്ങൾക്കെതിരെ വിദ്യാർത്ഥികൾ എങ്ങനെയായിരിക്കണം, ജാഗ്രതരായിരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സംസാരമാണല്ലോ അവിടെ നടന്നത്. പിന്നെ എന്താണ്, ഈ വലിയ രീതിയിൽ പെട്ടെന്ന് ഒരു പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യുകയാണ്. ആ സമയത്ത് സ്വാഭാവികം വലിയ ഒച്ചകൾ ഉണ്ടാകുന്നു, സ്റ്റേജിൽ നിന്ന് വലിയ സൗണ്ടുകൾ ഉണ്ടാകുന്നു. സ്വാഭാവികമായി മുന്നിലിരിക്കുന്ന ശ്രോതാക്കൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമല്ലോ. വലിയ രീതിയിലുള്ള വിദ്യാർത്ഥി സമൂഹമാണ്. അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ടി കെ അഷ്റഫ് സാഹിബ് സ്റ്റേജിൽ വന്നുകൊണ്ട് സംസാരിച്ചു. മനസ്സിലായല്ലോ. നേതാവ് എന്ന രീതിയിൽ അദ്ദേഹത്തിന് ഉത്തരവാദിത്തമാണ്. അദ്ദേഹം അത് നിർവഹിച്ചു. അതിനെയാണ് പറയുന്നത് എന്ത് സന്ദേശമാണ് നൽകുന്നത്? ഇവന്റെ നേതാക്കന്മാർ സംസാരിച്ച സന്ദേശം നമ്മൾ പുറത്തേക്ക് ഇടണോ? നിന്റെ നേതാക്കന്മാർ പറഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെ ഞങ്ങൾ പുറത്തു കൊണ്ടുവരണോ? നിന്റെ നേതാക്കന്മാർ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരണോ? കുരുവട്ടൂർ തരീക്കത്തുകാരനെ നിങ്ങൾ ആണത്തമുണ്ടെങ്കിൽ വെല്ലുവിളിക്ക്. അവൻ പണ്ടേ പറഞ്ഞതാണ് ഓല കേസിറ്റ് വരെ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന്. മാത്രമല്ല, ഇനി ആ ഒന്നും കൂടി പറയാം, ഈ ടീമിന്റെ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങളൊന്ന് കാല് വച്ചാൽ നിങ്ങളെ ചായന്റെ അഡ്രസ് ഉണ്ടാവോ? ഞങ്ങൾക്കറിഞ്ഞൂടെ നിങ്ങളെ? എത്ര കാലം ഞങ്ങൾ നിങ്ങളെ കൂടെ ഇരുന്നിട്ടുണ്ട്. ഞങ്ങളൊക്കെ സംഘടനയിൽ വരുന്നതിന് മുമ്പ് തന്നെ രൂപീകരിക്കപ്പെട്ട പുലി സംഘടനകളടക്കം ഞങ്ങൾക്കറിയാമത്. നിങ്ങൾ എത്ര കോടികളെ പിടിച്ചുകൊണ്ടുവന്നിട്ടുണ്ട് എന്ന കണക്കടക്കം ഓരോന്നിന്റെയും കണക്കുകൾ ഞങ്ങളെ കയ്യിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്തെല്ലാം വാദങ്ങൾ, 4 ആളെ കൊന്നു, ഞങ്ങളെ സംഘടനയിൽ ഷഹീദുണ്ടായി എന്ന് പറഞ്ഞ് നടന്നിരുകാരുണ്ടോ? മുഴുവൻ കണക്കുകളും ഞങ്ങളെ കയ്യിലുണ്ട്. 30 കൊല്ലം മുമ്പ് അത്തരം വാദങ്ങളിൽ, അത്തരം സംഘടനയ്ക്ക് വേണ്ടി ഇവിടെ തീവ്രവാദ പ്രവർത്തനം നടത്താൻ നിങ്ങൾ പ്രസംഗിച്ച പഴയ ഓല കേസറ്റുകൾ വരെ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങളെ പരിപാടി മുടക്കി, ഞങ്ങളെ കയ്യേറ്റം ചെയ്ത് ചായ വാർന്നിട്ട് വലിയ കാര്യമില്ലേ? ഇവിടെ കൊടക്കലിൽ നമ്മൾ പെർമിഷൻ എടുത്ത് പരിപാടി നടത്തുമ്പോ സ്റ്റേജിൽ വന്നിട്ടാ തടഞ്ഞത്. സൗഹാർദ്ദ ചായയുടെ പിറ്റേ ദിവസം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മാത്രമല്ല, അത് തുടരണം നിങ്ങൾ. ഞങ്ങളുമായി ഈ പെർമിഷൻ മുടക്കലും നോട്ടീസ് കീറലും സ്റ്റേജ് കയ്യേറലും നിങ്ങളൊന്ന് തുടരുക. നിങ്ങളുടെ ചായയുടെ ഉള്ളറകൾ ഞങ്ങൾ തുറക്കും. അന്നത്തെ ഓല കേസറ്റുകൾ ഞങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. 300-ഉം 400-ഉം GB ഉള്ള വേറെ ഹാർഡ് ഡിസ്കുകൾ വേറെയുമുണ്ട്. അന്നത്തെ ഓല കേസറ്റുകളിലുള്ള നിങ്ങളുടെ ഓരോ വർത്തമാനങ്ങൾ ഞങ്ങൾ മെയിൻ സീഡിയിലാക്കി പ്രദർശിപ്പിക്കുന്ന ദിവസം എവിടെ വന്നാൽ 5 മിനിറ്റ് മതി നിങ്ങളെ സംഘടന മുഴുവൻ പൊളിച്ചു പാളീസാക്കാൻ. പക്ഷേ ഞങ്ങളെ ലക്ഷ്യം അതല്ല. ആണത്തമുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പുറത്തിടാൻ വേണ്ടി പറയാം. അന്നേരം അറിയാം നിന്റെയൊക്കെ നേതാക്കന്മാരുടെ കയ്യിലിരിപ്പ് എന്താണ് എന്നും, നിന്റെ നേതാക്കന്മാർ ഇവിടെ എന്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നും, നിന്റെ നേതാക്കന്മാർ എന്തൊക്കെ ഇവിടെ കാട്ടിക്കൂട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ.
നിയമപാലകൻ വരുന്ന സമയത്ത് മാന്യതയുള്ള ഈ രാഷ്ട്രത്തിന്റെ നിയമങ്ങളെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം പറയേണ്ടത് അങ്ങനെ ആയിരുന്നില്ല. ഇവിടെ നിയമപാലകർ നമുക്ക് അനുവദിച്ച സമയം തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് അവർ നമ്മോട് ആ കാര്യങ്ങൾ പലതവണ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവർ ഇങ്ങോട്ട് വരുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മളിത് നിർത്തി അവസാനിപ്പിച്ച് പിരിഞ്ഞു പോകണം എന്ന് പറയുന്നതിന് പകരം അദ്ദേഹം ഇപ്പോ നിയമപാലകർ വന്നു, നിങ്ങൾ ഇവിടെ നിർത്തണം, നിങ്ങളെ സമയം കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ സമാധാനത്തിൽ വന്ന് അവിടെ ഉള്ള സംഘാടകർ ഇതാ 10 മണി കഴിഞ്ഞിട്ട് നിങ്ങൾ ഇനിയും തുടരാൻ വേണ്ടി പാടില്ല, സമയം ഒരുപാട് കഴിഞ്ഞിട്ട് നിങ്ങൾ നിർത്തണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികം നിർത്തും. ആ പരിപാടി അവിടെ നിർത്തുകയും ചെയ്തു. പോലീസുകാർ വന്ന് പറഞ്ഞപ്പോൾ അവിടെ പ്രോഗ്രാം നിർത്തുകയും ചെയ്തു. പക്ഷെ പോലീസുകാർ അവിടെ വളരെ മോശമായ രീതിയിൽ സംസാരിച്ചു എന്നതാണ് അവിടെ നേതാക്കന്മാർ പറഞ്ഞ വിഷയം. ഒരു അപശബ്ദം പോലും ഇല്ലാതെ ഇത്രയും നേരം നടന്ന ഒരു പ്രോഗ്രാമിന് നേരെയാണ് ഇവിടെ വിരൽ ചൂണ്ടി ഈ ഹാളിലേക്ക് കയറി വന്നത്. ഇത് ഞങ്ങൾ പൊറുക്കില്ല. ഇവിടെയുള്ള ഇടതു വലത് രാഷ്ട്രീയ പാർട്ടികളോട് ഞങ്ങൾ പറയുന്നു, ഈ പ്രസ്ഥാനം നടത്തിയ ഈ പ്രോഗ്രാമിനെ പോലീസുകാരെ വിട്ട് ഈ രീതിയിൽ ശബ്ദിക്കുക എന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. ഞങ്ങൾ നിയമം പാലിക്കുന്നവരാണ്, അതുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. മനസ്സിലായില്ല, അവർ വളരെ മോശമായിട്ടാണ് ഇടപെട്ടത്. ഒരു സ്റ്റേജിലേക്ക് കയറി വന്ന് വലിയ രീതിയിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് വളരെ മോശമായ രീതിയിലാണ് അവർ സംസാരിച്ചത് എന്നത് മാത്രമാണ് ഇവിടെ പറഞ്ഞത്. മനസ്സിലായില്ല, അതിന് ഇവൻ വളച്ചൊടിക്കുന്ന കണ്ടില്ലേ? ഈ ദജ്ജാൽ ഇവിടെ വളച്ചൊടിക്കുന്ന നിങ്ങൾ കണ്ടില്ലേ? ഇവനാരും വലിയ മാന്യന്മാരാണോ ഇവർ? ഇവരുടെ മാന്യതയുടെ മൂട് പടം നമ്മൾ വലിച്ചു കീറാൻ വേണ്ടി പോവുകയാണ്. കുറച്ച് സമയം കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യും. കയറി വന്ന ഉദ്യോഗസ്ഥരെ ആക്രോശിക്കുകയാണ്. അതായത് നിയമം നടപ്പിലാക്കുന്നിടത്ത് അവരെ തടസ്സപ്പെടുത്തുന്ന രീതിയിലും അവർക്കെതിരെ ജനങ്ങളെ തിരിച്ചുവിടുന്ന രീതിയിലുമാണ് ഈ പ്രസംഗം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രസംഗത്തിൽ എവിടെയാണ് ഈ ദജ്ജാൽ ഇവന്റെ വഹാബ് സക്കാഫിയുടെ ഒരു സംസ്കാരമുണ്ട്, അത് കടമെടുത്ത് പറയുകയാണെങ്കിൽ ഇവൻ തറവാട്ടിൽ പിറന്നവരാണെങ്കിൽ ആ പ്രസംഗത്തിൽ എവിടെ, ആ സമ്മേളനത്തിൽ നടന്ന ഇല്ലെങ്കിൽ അവസാന സമയത്ത് നടന്ന സംസാരത്തിൽ എവിടെയാണ് ജനങ്ങളെ പോലീസിനെ നേരെ തിരിയുന്ന രീതിയിൽ സംസാരം ഉണ്ടായത്? എവിടെയും അങ്ങനെ ഒരു സംസാരം ഉണ്ടായിട്ടില്ല. അവിടെ ചെറിയ പൈതമക്കളാണ് കുബൂരി ഇരിക്കുന്നത്, ചെറിയ കുട്ടികളാണ് ഇരിക്കുന്നത്. അവരോട് എന്ത് പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിലാണ് സംസാരിക്കേണ്ടത്? നിന്റെ കുബൂരി കൂടാരത്തിലാണ് ഇതുപോലെ പോലീസുകാർ. അവർ വരില്ല, അത് ഞങ്ങൾക്കറിയാം. വരുന്നുണ്ടെങ്കിൽ ഒരു ബസ്സോ 2 or 3 ബസ് പോലീസുകാർ ഒന്നിച്ച് കയറേണ്ടി വരും. കയ്യിലിരിപ്പതാണ്, അത് ഞങ്ങൾ കാണിച്ചിരുന്നുണ്ട് നിങ്ങൾക്ക്. നിങ്ങൾ സ്റ്റേജിലേക്ക് പോലീസുകാർ വരുന്ന സമയത്ത് നിങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്ന എന്താണെന്ന് ഞങ്ങൾ കാണിച്ചിരുന്നുണ്ട്. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ മറ്റുള്ളവർ നടത്തുന്ന പ്രോഗ്രാമുകൾക്ക് നേരെ നിങ്ങൾ എങ്ങനെയാണ് നേരിടുന്നതെന്നും ഞങ്ങൾ കാണിച്ചിരുന്നുണ്ട്. നിങ്ങൾ വലിയ വെള്ളവസ്ത്ര ധരിച്ച വലിയ സംഭവമാണ് എന്നൊന്നും നിങ്ങൾ ആരും വിചാരിക്കണ്ട. ഇവർക്ക് ഇവരുടെ തോന്നിവാസത്തിന് കൂട്ടു നിൽക്കണം, ഇവരുടെ തമ്മാടിത്തരത്തിന് കൂട്ടു നിൽക്കണം. അല്ലാത്തവരൊക്കെ ഇവർക്ക് മോശക്കാരാണ്. മനസ്സിലായല്ലോ? അതിന് ഏത് നെറികെട്ടവനെ ഇവർ കൂട്ടുപിടിക്കും. ഇവരുടെ സ്വഭാവം അങ്ങനെയാണ്. നിങ്ങൾക്ക് പലതും ഞാൻ കാണിച്ചു തരാം. മയക്കുമരുന്നിനെതിരെയാണെങ്കിലും അതുപോലെ മദ്യത്തിനെതിരെയാണെങ്കിലും ഇവിടെ ഏത് പരിപാടി നടത്തുന്ന ആളുകളും നിയമത്തിന്റെ ഉള്ളിലായിരിക്കണം പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കേണ്ടത്. അപ്പോ നിയമത്തിന്റെ ഉള്ളിലായിരിക്കണം ഏത് പരിപാടിയും സംഘടിപ്പിക്കുന്ന ആളുകൾ പരിപാടികൾ സംഘടിപ്പിക്കേണ്ടത് എന്നാണ് ഈ കാട്ടു ദജ്ജാൽ ഇവിടെ പറഞ്ഞത്. ഇനി കാട്ടു ദജ്ജാലിന്റെ ടീം നടത്തുന്ന പല പരിപാടി ഞാൻ ചെറുതായിട്ടൊന്ന് ഓർമ്മിപ്പിക്കാം. ഒരുപാട് പ്രോഗ്രാം ഉണ്ട്, ചിലത് ഞാൻ ഓർമ്മിപ്പിക്കാം. ഇവരുടെ കണ്ടത്തിലെ സ്ഥലത്ത് ഒരു പാടത്തിലെ സ്ഥലത്ത് ഉണ്ടല്ലോ, ഒരു ഖലീൽ ബുഖാരി എന്ന് പറയുന്ന ഒരു വലിയൊരു മുസ്ലിയാരുണ്ടല്ലോ, വലിയ സംഭവം മുസ്ലിയാർ. ആ മുസ്ലിയാർ നടത്തുന്ന പാടത്ത് കൊണ്ടുപോയി ഇരുത്തി ചെല്ലിക്കുന്ന സ്ഥലത്ത് റമദാൻ 27 നടക്കുന്ന സ്ഥലത്ത് ഏത് സമയത്താണോ കുബൂരി നടത്തുന്നത്? ഏത് ടൈമിനാണ് നിന്റെ ആ പ്രോഗ്രാം നടക്കുന്നത്? 10 മണിക്ക് മുമ്പാണോ? അതല്ല നിന്റെ മുസ്ലിയാരായ സ്റ്റേജിൽ തന്നെ കയറുന്ന എത്ര മണിക്കാണ്? അതുപോലെ നിങ്ങളുടെ സമ്മേളനങ്ങൾ, എത്ര സമ്മേളനങ്ങൾ നിങ്ങൾ ഈ പറയുന്ന സമയത്തിനുള്ളിലാണോ നിർത്തിയത്? നിങ്ങളുടെ പല പ്രോഗ്രാമുകൾ ഈ പറയുന്ന സമയത്തിലാണോ നടക്കാറുള്ളത്? നിങ്ങളുടെ വയലു പരമ്പര ഏത് സമയത്താ മുസ്ലിയാർ സ്റ്റേജിലേക്ക് തന്നെ കയറല്? ഏത് സമയത്താണ് നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ സ്റ്റേജിൽ കയറല്? അതുപോലെ തന്നെ നബിദിന പരിപാടി നട്ടപ്പാതിര വരെ നടക്കുന്നില്ലേ നിങ്ങളുടെ നബിദിന പരിപാടി? ഏതെല്ലാം സ്ഥലങ്ങളിൽ നിങ്ങളുടെ നബിദിന പരിപാടി നടക്കുന്നു അതൊക്കെ ഈ പറയുന്ന 10 മണിക്കുള്ളിലാണോ തീരാറുള്ളത്? അതുപോലെ നേർച്ചപ്പൂരങ്ങൾ ഉണ്ടല്ലോ നിങ്ങളെ, അത് ഏത് സമയത്താണ് നടക്കാറുള്ളത്? ഏത് സമയത്ത് അവസാനിക്കാറുള്ളത്? അതുപോലത്തെ ഉറൂസ് ഉത്സവങ്ങൾ ഏത് സമയത്താണ് നടക്കാറുള്ളത്? ഏത് സമയത്ത് അവസാനിക്കാറുള്ളത്? അവിടെയൊക്കെ എന്തൊക്കെ കലാപരിപാടികളാണ് നടക്കാറുള്ളത്? അതുപോലെ തന്നെ ബുറുദ മജ്ലിസ്, അതൊക്കെ വെറുതെയാണ് ഞങ്ങൾക്കറിയാം. നിങ്ങൾക്ക് പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ടുള്ള കലാപരിപാടിയാണ് ഞങ്ങൾക്കറിയാം. അതൊക്കെ നടക്കുന്നത് ഏത് ടൈമിനാണ്? അങ്ങനെ തുടങ്ങി നിങ്ങളുടെ എത്ര പ്രോഗ്രാമുകൾ ഈ പറയുന്ന നിയമം പാലിച്ചുകൊണ്ടാണോ കുബൂരി നടത്തുന്നത്? ഈ പറയുന്ന രീതിയിലാണ് നടത്തുന്നത്. അവിടെ നിന്ന് ശബ്ദമലിനീകവും ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇവിടെ മാത്രം ഒരു പ്രശ്നം ഉണ്ടാകുന്ന എന്താണ്? അത് നിങ്ങളുടെ രോഗമാണ്. മനസ്സിലായല്ലോ? നിങ്ങളുടെ രോഗമാണിത്. ആ ഉദ്യോഗസ്ഥൻ ഉള്ളിലേക്ക് കയറി വന്നു എന്നതാണ് ഒരു പ്രശ്നം. പക്ഷെ അതിനു മുമ്പ് ഇദ്ദേഹം മറുപടി പറയേണ്ടത്, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ മറുപടി പറയേണ്ടത്, ഈ പോലീസുകാർ ഒരു മുന്നറിയിപ്പും ഇല്ലാതെയാണോ അങ്ങോട്ട് കടന്നു വന്നത്? അതിനു മുമ്പ് അതെ, മുന്നറിയിപ്പില്ലാതെ തന്നെയാണ് വന്നത്. അവിടെ പോലീസുകാർ വിളിച്ചറിയിച്ചിട്ടുണ്ട് പരിപാടി നിർത്തണം, സമയമായിട്ടുണ്ട്. എപ്പോഴാണ് വിളിച്ചു പറഞ്ഞത്? അതൊന്നും നീ പറഞ്ഞേ. കാരണം വലിയ പ്രതിസന്ധി നേരിടുന്ന ഉദ്യോഗസ്ഥരാണ് പോലീസുകാർ. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായും ഇവരായിരിക്കും അതിന്റെ മറുപടി. ഇവിടെ
മുസ്ലിയാരുടെ ഇരട്ടത്താപ്പാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു പ്രോഗ്രാം അതിന്റെ അവസാന സമയം എത്തി, പിന്നെ 10 മണി കഴിഞ്ഞിട്ട് 10 മിനിറ്റ് പോലും ആകുന്നില്ല. ആ സമയത്ത് എന്ത് സമാധാനക്കേട് ഇല്ലെങ്കിൽ എന്ത് പ്രശ്നമാണ് അവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്? എന്ത് പ്രശ്നമാണ് പറയാം? അങ്ങനെ ഒരു പ്രശ്നം നടക്കുകയാണെങ്കിൽ അതിന് മുമ്പേ തന്നെ നടക്കണമല്ലോ. അതിനു മുമ്പേ ആ പ്രശ്നങ്ങൾ നടക്കണം. പറയേണ്ടി വരിക എന്തുകൊണ്ട് 10 മണിക്ക് ശേഷം പ്രോഗ്രാം നടന്നു എന്നതിന്റെ മറുപടിയും ഇവർ തന്നെയാണ് പറയേണ്ടി വരിക. പ്രത്യേകിച്ച് പെരിന്തൽമണ്ണ ഒരുപാട് അത് സ്വാഭാവികമായി അവർ പറഞ്ഞല്ലോ, മീഡിയയിൽ വന്ന് മീഡിയ വണ്ണിനോടക്കം അത് പറഞ്ഞു കഴിഞ്ഞു. ആ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു എങ്ങനെയാണ് ഈ സമയം ഇത്ര ഏതാനും സെക്കൻഡുകൾ അല്ലെങ്കിൽ ഏതാനും മിനിറ്റുകളിലേക്ക് അത് നീണ്ടുപോയത് എന്നൊക്കെ അതിന്റെ സംഘാടകർ തന്നെ പറഞ്ഞു. ഹോസ്പിറ്റലുകൾ നിലനിൽക്കുന്ന ഒരു ടൗൺ ആണ്. അങ്ങനെ വരുമ്പോൾ അവിടെ ആംബുലൻസ് സർവീസുകൾ ഉണ്ടാകും. ഈ 10 മണിക്ക് ശേഷവും ഈ പെരിന്തൽമണ്ണ ഹോസ്പിറ്റലൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അവിടെ 10 മണിക്ക് ശേഷവും ആംബുലൻസ് ഒക്കെ പോകും. നീ എന്താ പൊട്ടനാണ്? ഈ 10 മണിക്ക് മുമ്പേ ആംബുലൻസ് ഇല്ല അവിടെ? 9:30ക്കും അതുപോലെ തന്നെ വൈകുന്നേര സമയത്തും അവിടെ ആംബുലൻസോ ഇല്ലെങ്കിൽ ഹോസ്പിറ്റലൊന്നും ഇല്ല. അതെല്ലാം ആ സമയത്ത് പൂട്ടിയിട്ടാണോ ഇല്ലത്? മുടിവെള്ളം കുടിച്ചിട്ടാണോ കുബൂരി നീ വന്ന് സംസാരിക്കുന്നത്? അതിനുശേഷവും പോട്ടെ, ഇതെന്താ റോഡിലാണോ പ്രോഗ്രാം നടക്കുന്നത്? ഇവരെന്താണോ വിഡ്ഢിയാണോ? അതിൽ ഇങ്ങനെ തന്നെയാണോ? ഈ സമസ്തായുധത്തിലെ പുരോഹിതന്മാരെല്ലാം ഇങ്ങനെ തന്നെയാണോ? വിവരക്കേട് ഒരു അലങ്കാരമായി കൊണ്ട് നടക്കുന്നവരാണോ? ഇവന്റെ അടുത്ത ഒരു സംസാരമുണ്ട്. ആ സംസാരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ചില കാര്യങ്ങൾ ഇവനെ ഓർമ്മപ്പെടുത്താനുണ്ട്. ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇവന്റെ നേതാക്കന്മാർ ഈ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെച്ച ചില കാര്യങ്ങൾ ഇവനെ ഓർമ്മപ്പെടുത്തിയില്ലെങ്കിൽ അത് വളരെ മോശമല്ലേ? ഇവന്റെ നേതാക്കന്മാരുടെ കയ്യിലിരിപ്പ് സമൂഹം അറിഞ്ഞില്ല എങ്കിൽ അത് മോശമല്ലേ? ഇവരുടെ നേതാക്കന്മാർ, ഇവർ വലിയ മാന്യനായിട്ടാണല്ലോ ഇവിടെ സംസാരിച്ചത്. ഇവർ വലിയ സംഭവമാണ്. ഇവർ വലിയ നിയമമൊക്കെ കൃത്യമായി പാലിക്കുന്നവരാണ്. ഇവന്റെ വഹാബ് സക്കാഫി എന്ന് പറയുന്ന ഒരു നുണച്ചിയുടെ സംസാരം കാണിക്കുന്നുണ്ട്. എന്ത്? വഹാബ് സക്കാഫി എന്ന് പറയുന്ന ഒരു പെരിച്ചായിയുടെ സംസാരം ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ വിഭാഗീയത രീതിയിൽ സംസാരിക്കുന്ന, പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞുവിട്ട ആ സാധനം സംസാരിക്കുന്ന ഒരു സംസാരമുണ്ട്. അത് നമുക്കൊന്ന് കേൾക്കാം. കാസർഗോഡ് ജില്ലയിൽ കൊല ചെയ്യപ്പെട്ട റിയാസ് മുസ്ലിയാർ, ആ റിയാസ് മുസ്ലിയാരുടെ പേരിലാണ് എസ്കക്കാര് മുതലക്കണ്ണീർ ഒഴുക്കുന്നത്. അങ്ങനെ മുതലക്കണ്ണീർ ഒഴുക്കുമ്പോഴും അവർക്കവിടെയും ക്ഷീരമുള്ള ഒരു അകിടിൻ ചുവട്ടിൽ അവരുടെ കൗതുകം എന്താണ്? ഇത് വെച്ചിട്ട് എങ്ങനെ കാന്തപുരം ഉസ്താദിനെ കൊട്ടാമെന്നാണ്. അങ്ങനെ സത്താർ വന്തല്ലൂർ എന്ന് പറയുന്ന അവരുടെ വലിയൊരു കേട്ടില്ല. ഈ ഒരു പ്രോഗ്രാമാണ് പോലീസുകാർ വന്ന് നിർത്തിച്ചത്. അവന്റെ സംസാരം നിങ്ങൾ കേട്ടല്ലോ. ആ ഒരു സംസാരം നടന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിൽ അവിടെ എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ടീം അവിടെ പോയത്. അദ്ദേഹത്തിന്റെ പല സംസാരങ്ങളും അത് കേൾക്കുന്ന ഇഞ്ചക്ഷൻ കൊടുക്കുന്ന ചില ആളുകൾ, ഞാൻ പറയട്ടെ സഹോദരന്മാരെ, ഒരു പ്രതിസന്ധി വന്നാൽ ആ പ്രതിസന്ധി അനുഭവിക്കേണ്ടത് നമ്മൾ നാട്ടുകാരാണ്. അത് മനസ്സിലാക്കി നമ്മൾ ഇടപെടാൻ പാടുള്ളൂ. ഇനിയോ സഹോദരന്മാരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ഐക്യത്തോടെ മുഖമുഖമായ പുരോഗതി. പക്ഷേ ഒരു കാര്യം ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ജനറൽ ബോഡി തീരുമാനം എന്താണ്? തീരുമാനം മദ്രസ പഠനം, മതപരമല്ലാത്ത സ്വലാത്ത്. ഏതായി മതപരമല്ലാത്ത സ്വലാത്ത്? ഞങ്ങൾക്ക് മനസ്സിലാണില്ല. ഇതാ ഞാൻ കേട്ടില്ലേ? അവിടെ ആ നാടിൽ ചില മഹല്ലുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ, ഇവർ APK എന്തെല്ലോ പ്രശ്നങ്ങളാണ്, അതുമായി ബന്ധപ്പെട്ടൊക്കെ നടന്ന ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഒരു വലിയ ഫിത്നക്ക് സാധ്യത വെച്ചുകൊണ്ട് ഇവർ നടത്തിയ ഒരു പ്രോഗ്രാം ആയിരുന്നു ആ പ്രോഗ്രാം. ആ പ്രോഗ്രാമിനെ പോലീസ് ഇടപെട്ടുകൊണ്ട് നിർത്തിച്ചു. അത് കാണിച്ചിട്ടാണ് ഇനി ഈ പറയുന്ന കുബൂരിയുടെ മോങ്ങൽ. കണ്ടോ? ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ പരിപാടികൾ ധാരാളം മുടക്കിയ ആളുകളാണ്. മാത്രമല്ല, പെർമിഷൻ എടുത്തുകൊണ്ട് നടക്കുന്ന ഒരു പരിപാടിയെ മുടക്കാൻ വേണ്ടി ഒരു ലീഗിന്റെ പഴയകാല നേതാവ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞ വാക്കെന്തായിരുന്നു എന്നറിയോ? പെർമിഷൻ ഉണ്ടെങ്കിൽ പരിപാടി നടന്നോട്ടെ, പക്ഷേ ആംബുലൻസുകൾ തയ്യാറാക്കി വെച്ചാൽ മതി എന്നാണ്. ഇത്തരത്തിലുള്ള വാക്കുകൾ. അവിടെ ലീഗല്ല പ്രശ്നം, പക്ഷെ ഇവൻ ലീഗാക്കി മാറ്റിയാണ്. ഇവിടെ APEK പ്രശ്നമാണ്. ആ മഹലിൽ ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടി മമ്പാട്ടുകാരൻ വായാടി സക്കാഫി അടക്കമുള്ള ആളുകൾ വന്നു അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. അതുകൊണ്ടാണ് പോലീസ് ഇടപെട്ടത്. സ്വാഭാവികമായിട്ട് പ്രശ്നമുണ്ടാകും എന്ന് കണ്ടു കഴിഞ്ഞാൽ പോലീസുകാർ ഇടപെടുമല്ലോ, നിയമമാണല്ലോ. അങ്ങനെ വന്നാൽ എന്താണ് വേണ്ടത്? വഹാബിന്റെ സംസാരം നമ്മൾ കണ്ടല്ലോ. ഇവിടെ മീറ്റിംഗ് കൂടി തീരുമാനിച്ച് ലീഗ് ഓഫീസിലെ മീറ്റിങ്ങിനെ കുറിച്ചൊന്നല്ലല്ലോ വഹാബ് അവിടെ പ്രസംഗിച്ചത്. നമ്മൾ ചെറിയ ഏതാനും ക്ലിപ്പുകൾ കണ്ടല്ലോ. നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഇവർ തന്നെ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. അതിൽ വഹാബ് പറയും, നമ്മൾ കണ്ടില്ലേ, ഇവരെ കള്ളസലാത്തുമായി ബന്ധപ്പെട്ടൊക്കെ, ഇവരെ വ്യാജ സലാത്തൊക്കെ ഉണ്ടല്ലോ. ഈ പറയുന്ന പാടത്തെ സലാത്ത് പോലെയുള്ള പല സലാത്തുകളും ഒരുപാട് തട്ടിപ്പുകളുണ്ട്. അതിന്റെ കറാമതൊക്കെ EK സമസ്തക്കാർ പ്രസംഗിക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾ കണ്ടതായിരിക്കും. അതുകൊണ്ട് ഞാനൊന്നും കാണിക്കാത്തത്. അത് ഇവരെ സലാത്ത് തട്ടിപ്പിനെ കുറിച്ച് റഹ്മത്തുള്ള കാസിം പറയുന്നത്, അമ്പലക്കടവ് അമീദ് ഫൈസി പറയുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ലൈലത്തുൽ ഖദറാണെന്ന് ആർക്കെങ്കിലും പ്രതീക്ഷയുണ്ടെങ്കിൽ അവർ വേണ്ടത് ഏതെങ്കിലും പൊതുവായ സമ്മേളനം ആ രാത്രി നടത്തുകയല്ല. ആ ഖദറിന്റെ പ്രത്യേകത അവരെ പള്ളിയിലേക്ക് വിടുക എന്നതുമാണ്. ഇല്ലാത്ത ചില അനാചാരങ്ങൾ സമൂഹത്തിൽ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഗൗരവമായി ചിന്തിക്കണം. ഇതൊരു പക്ഷപാതിത്വം പറയുകയല്ല. എന്നിട്ട് ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരുന്നു.
എന്റെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ പ്രോഗ്രാം നിർത്തണം എന്ന് പറഞ്ഞു, മൈക്ക് ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്താ പ്രശ്നം ഉണ്ടാകുന്നത് കൊണ്ടാണ് നിർത്തണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവർ എടുത്തുകൂട്ടിയ പരിപാടി എന്താണ്? സ്വാഭാവികമായി ഇവൻ പറഞ്ഞ രീതിയിൽ, ഇവൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു മാന്യനാണ് എങ്കിൽ ഇവൻ എന്താണ് പോലീസുകാർ അവിടെ പ്രോഗ്രാം നിർത്തണം എന്ന് പറഞ്ഞാൽ അവർ ഇതാ നിയമപാലകർ ഇങ്ങനെ പറഞ്ഞു, ഇവൻ പറഞ്ഞ അടിസ്ഥാനത്തിൽ നിയമപാലകർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ എന്താക്കണം, നമ്മൾ ഈ പ്രോഗ്രാം ഇവിടെ നിർത്തുകയാണ്, നമ്മുടെ പ്രോഗ്രാം ഇവിടെ നിർത്തുകയാണ് എന്ന് പറഞ്ഞ് നിർത്തുകയല്ലേ വേണ്ടത്? അതല്ലേ മാന്യത? ഇവൻ പറഞ്ഞ അടിസ്ഥാനത്തിൽ, ഈ ദജ്ജാല് പറഞ്ഞ അടിസ്ഥാനത്തിൽ അതാണല്ലോ മാന്യത. എന്നാൽ ഇവർ എന്താ ചെയ്തത്? ഈ കുബൂരി തന്നെ ഇവിടെ കാണിച്ചു തരും. സഹോദരന്മാരെ എല്ലാവരും എഴുന്നേറ്റ് അടുത്ത് വരും, നമുക്ക് മൈക്ക് അല്ലാതെ സംസാരിക്കാം. എല്ലാവരും അടുത്തോട്ട് വരും. ഇപ്പൊ അയാൾ എന്താണ് പറഞ്ഞത്? എല്ലാവരും മൈക്ക് ഇട പെർമിഷൻ ഇല്ല, മൈക്ക് ഇവിടെ ഓഫാക്കാൻ വേണ്ടി പോലീസുകാർ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലല്ല, പോലീസുകാർ വന്നിട്ട് മൈക്ക് ഓഫാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു ഇഷ്യൂസ് ഉണ്ടാകുന്നത് കൊണ്ടാണ് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ പോലീസുകാർ മൈക്ക് ഉപയോഗിക്കണം, ഈ പരിപാടി ഇവിടെ നിർത്തണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും മാന്യന്മാരാണെങ്കിൽ എന്താണ് വേണ്ടത്? മാന്യന്മാരാണെന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ മൈക്ക് ഓഫാക്കി എന്താണ് ആളുകളോട് പറയാം, നമുക്ക് തൽക്കാലം ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്, മറ്റൊരു ദിവസം നമുക്ക് പ്രോഗ്രാം നടത്താം എന്നാണല്ലോ പറയേണ്ടത്. മാന്യന്മാരാണെങ്കിൽ ഇവൻ പറഞ്ഞ അടിസ്ഥാനത്തിൽ, ഈ പറയുന്ന കോട്ട് ദജ്ജാല് പറഞ്ഞ അടിസ്ഥാനത്തിലാണെങ്കിൽ അതാണ് അവരവരുടെ ചെയ്യേണ്ടത്. പക്ഷെ ഇവൻ അതല്ലോ അവർ ചെയ്തത്. മൈക്ക് ഓഫ് ആക്കും, നിങ്ങളൊക്കെ അടുക്കിലേക്ക് വരൂ. അപ്പോൾ ഈ തലയിൽ കെട്ടിയ മൂലാമാറുള്ള അടുക്കിലേക്ക് പോകുമ്പോൾ കാണിക്കുന്ന കോപ്രായങ്ങൾ കണ്ടോ? പിന്നെ പോലീസുകാരെ കൈയടിച്ചത്, ആളുകളൊക്കെ വിളിച്ച് തക്ബീർ ചെല്ലുന്ന സമയത്ത് സ്വാഭാവികമായും പോലീസുകാരൻ ആ രീതിയിൽ ഒരു പ്രതികരണം നടത്തി. അവൾ ചിരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവൻ വലിയ ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ പോലീസുകാരൊന്ന് കൈയടിച്ചു, അതൊരു പരിഹാസ രൂപത്തിലുള്ള കയ്യടിയാണ്. മനസ്സിലായല്ലോ? ഇവർ തക്ബീറൊക്കെ ചെല്ലി പോലീസുകാരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ പിന്നെ എന്താണ് കാര്യങ്ങൾ ചെയ്തപ്പോൾ അതുപോലെ ഇവൻ എന്താക്കുന്നത്? പോലീസുകാർ പോലും അത് അംഗീകരിച്ചുകൊണ്ട് കൈയടിച്ചു എന്നൊക്കെയാണ് ഈ പൊട്ടൻ പറയുന്നത്. മുടിവെള്ളം കുടിച്ചിട്ടാണെന്ന് തോന്നി ദജ്ജാൽ വന്ന് സംസാരിക്കുന്നത്. ആരും ശബ്ദം ഉണ്ടാക്കരുത്. ഇനി പ്രസംഗം തുടരുകയാണ്. ആരും മുണ്ടരുത്. എല്ലാവരും മുന്നോട്ട് വരും. ഒരു പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. കണ്ടോ? ഒച്ചത്തിൽ പറയുന്നത് ശബ്ദം ഉണ്ടാക്കരുത് എന്ന് പറയുന്നുണ്ടോ? ആ മാന്യതയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. മാന്യതയാണ് ഇപ്പൊ നമ്മൾ കണ്ടത് തലയിൽ കെട്ടിട്ട മുസ്ലിയാക്കന്മാരുടെ. എല്ലാവരും ശാന്തമായി മുന്നോട്ട് വരിക. മൈക്ക് നിയമപരമായി നമ്മൾ പെർമിറ്റ് എടുത്തതാണ്, നമുക്ക് സമയം അനുവദിച്ചതുമാണ്. ഇപ്പൊ എന്താണെന്ന് അറിയില്ല. നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാര് മൈക്ക് ഓഫാക്കാൻ ആരും ശാന്തമായി, നേരത്തെ 10 മണി വരെ നമുക്ക് സമയം തന്നതാണ്. ഇപ്പൊ എന്താണെന്നറിയില്ല. പക്ഷെ ഈ ഒരു മൈക്കെന്ന ഈ ശബ്ദം അവസാനിപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല. തന്ന പെർമിഷൻ ഇപ്പോൾ എന്തുകൊണ്ട് ക്യാൻസൽ ആക്കുന്നു എന്നത് ഇൻഷാ അല്ലാഹ് ഇനിയും സന്ദർഭങ്ങളുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞാലും നിയമം രാജ്യത്തുണ്ട്, ഭരണഘടന ഇന്ത്യയിലുണ്ട്, പോലീസ് സ്റ്റേഷൻ ഇന്ത്യയിലുണ്ട്. എല്ലാ നിയമങ്ങളും അറിഞ്ഞും അനുഭവിച്ചും പ്രവർത്തിച്ചുമാണ് കാന്തപുരം ഉസ്താദിന്റെ കാന്തപുരക്കാരെ മക്ക ഇപ്പൊ ഇവിടെ ഈ അലറി നിലവിളിക്കുന്ന ആൾ മൈക്ക് ഓഫ് ആക്കാൻ പറ്റാത്ത സമയമായി. എന്താ മൈക്ക് ഓഫ് ആക്കാൻ? പറഞ്ഞ സമയത്ത് മൈക്ക് ഓഫ് ആക്കണ്ട, പിന്നെയും അവിടെ അലറി നിലവിളിക്കുകയാണ്. അവർ പറഞ്ഞു കഴിഞ്ഞാൽ മൈക്ക് ഓഫ് ആക്കണ്ട. ഇവൻ പറഞ്ഞ രീതിയിൽ ഇവർ മാന്യന്മാരാണ് എങ്കിൽ മൈക്ക് ഓഫ് ആക്കിയല്ലേ വേണ്ടത്. ആടെ നിന്ന് അലറി നിലവിളിക്കുകയാണ് ചെയ്തത് വഹാബ് സഖാഫി. ഒരു മഹലിൽ എങ്ങനെ ജീവിക്കണമെന്നോ ഇവിടെ നിയമം എങ്ങനെ മാനിക്കണമെന്നോ ഒക്കെ അറിയുന്നവരാണ്. എന്നിട്ടാണ് നിയമം പാലിക്കുന്നത്. ഇവരൊരു ഡയലോഗ് പൊട്ടിക്കുന്നത്. ഇനി ഇവിടെ ഇരവാദം ഉന്നയിച്ചു വരുന്ന ആളുകൾ ഇതിന് മറുപടി പറയണം. ഇത് സാക്ഷാൽ മുസ്ലിം ലീഗിന്റെ കാലത്താണ്. കണ്ടാ, ഇത് മുസ്ലിം ലീഗിന്റെ കാലത്താണ്. മുസ്ലിം ലീഗിന്റെ കാലത്ത് തന്നെയാണ്, മുസ്ലിം ലീഗൊക്കെ ഭരണത്തിലുള്ള സമയത്ത് തന്നെയാണ് നിന്റെ കുബൂരി പട മുജാഹിദിന്റെ സ്റ്റേജ് അടിച്ച് പൊളിച്ചത്, മുജാഹിദികളുടെ പ്രോഗ്രാമിലേക്ക് കല്ലെറിഞ്ഞത്, ബോംബെറിഞ്ഞത്. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയപരമായ ഇടപെടൽ കൊണ്ടാണ് എന്ന് ആളുകൾക്കൊക്കെ ബോധ്യപ്പെടുന്ന രൂപത്തിൽ നടന്ന ഒരു സംഭവമാണിത്. ഇതിന് എന്താണ്? ഒരു പ്രോഗ്രാമാണിത്, ചെറിയൊരു സമ്മേളനമാണ്, ഇവരുടെ ചെറിയൊരു പ്രോഗ്രാമാണ്. മനസ്സിലായല്ലോ? ഏതാനും ചില ആളുകൾ പങ്കെടുത്തിട്ടുള്ള ചെറിയൊരു പ്രോഗ്രാമാണ്. ആ മഹലിനുള്ളിൽ ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്രോഗ്രാമാണ്. അതിനെയാണ് പോലീസുകാർ തടഞ്ഞത്. സ്വാഭാവികമായി ഈ സമസ്തയുടെ ആളുകൾ അവിടെ പ്രശ്നമുണ്ടാക്കും എന്ന് കണ്ടപ്പോൾ പോലീസുകാർ ഇടപെടേണ്ടി വരും. അങ്ങനെ പോലീസുകാർ ഇടപെട്ടു. മനസ്സിലായല്ലോ? പോലീസുകാർ ഇടപെട്ടു. അങ്ങനെയാണ് ആ പ്രോഗ്രാം അവിടെ പിന്നെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ടും അവർ സ്റ്റോപ്പ് ചെയ്തോ? അവരങ്ങനത്തെ സ്റ്റോപ്പ് ചെയ്തിട്ടൊന്നുമില്ല. മൈക്ക് ഓഫ് ആക്കണം എന്ന് പറഞ്ഞപ്പോൾ മൈക്ക് ഓഫ് ആക്കാതെ തന്നെ കുറെ സമയം അലറി നിലവിളിച്ച് പലതും പറഞ്ഞു. വലിയ സംഭവമാണ് അവന്റെ കാന്തപുരം ഉസ്താദ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തു. ചില ഭാഗങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ. എന്നിട്ടാണ് ഇവൻ ഈ ഡയലോഗൊക്കെ ഇവിടെ പൊട്ടിച്ചു. ഇനി ഇവരുടെ മാന്യത എന്ന് പറയുന്ന സംഭവം ഇവൻ പറഞ്ഞല്ലോ, വലിയ മാന്യന്മാരാണ് ഇവര് എന്ന്. ഇവരുടെ മാന്യത ഞാൻ ഓരോന്ന് കാണിച്ചുതരാം. ഇവരുടെ മാന്യത എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവരുടെ മാന്യത എന്ന് പറഞ്ഞാൽ നമ്മുടെ കുരുവട്ടൂർ തരീഖത്തുകാരനൊന്ന് ആദ്യം നിയമം പറഞ്ഞിട്ട് ഇവർ വലിയ ശുചായികളാണല്ലോ ഈ AP സമസ്തക്കാർ. മാന്യത ഇങ്ങനെ മുഖത്തിങ്ങനെ തുളുമ്പി നിൽക്കുന്ന വലിയ ശുചായികൾ. നിങ്ങൾ ആരുടെ അവിടെ ശുചായികള്? നിങ്ങൾ ആരുടെ പെർമാണികള്? ഇതെന്താ വെള്ളരിക്കപ്പെട്ടണ? എടോ, ഇത് ഇന്ത്യ രാജ്യ. ഇത് അവരവർ വിശ്വസിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ച് ജീവിക്കാനും വിശ്വസിക്കാനും ആ വിശ്വസിക്കുന്ന ആശയത്തെ പ്രചരിപ്പിക്കാനും ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന അനുവാദം തരുന്നുണ്ട്. അതിന് നിങ്ങൾ ഈ കാന്തപുരത്തിന്റെ ഗുണ്ടായിസം, പണ്ടത്തെ ടൈഗർ ഫോഴ്സ്, ജമിയത്തുൽ ഇഫ്സാനിയ, ആൾക്കാരെ കൊല്ലല്, അമുസ്ലിങ്ങളെ വാഹനങ്ങൾ കട്ടുകൊണ്ടുവരല്, സിനിമാ ടാക്കീസിന് തീ കൊടുക്കല്, കള്ളിഷാപ്പ് കത്തിക്കല്, അങ്ങനൊക്കെ നിങ്ങളെ ഗുണ്ടായിസം നടത്തിയ ഒരു കാലങ്ങൾക്ക് ഉണ്ടായിരുന്നു. മനസ്സിലായല്ലോ? മാന്യന്റെ രൂപം കണ്ടല്ലോ. ഇവരൊക്കെ വലിയ മാന്യന്മാരാണ്.
മനസ്സിലായി, വലിയ മാന്യന്മാരാണ് എന്നാണ് ആര് നമ്മുടെ മുസ്ലിയാർ പറഞ്ഞത്. അപ്പോൾ നമ്മളെ കുരുവട്ടൂർ തരീഖത്തിന്റെ മുസ്ലിയാർ പറയും നമ്മൾ കണ്ടല്ലോ. ഇത് നിങ്ങൾക്ക് ഞാൻ ഒരു വീഡിയോ കൂടി കാണിച്ചു തരാം. അതായത് കാന്തപുരത്തിന്റെ ശിഷ്യൻ തന്നെ കാന്തപുരത്തിന്റെ ടീമിനെ കുറിച്ച് പറയുന്നത്, അതായത് കൂടെ കിടന്നവരാണ് രാപ്പനി. നേരത്തെ പറഞ്ഞതും കാന്തപുരത്തിന്റെ ശിഷ്യനാണ്. അവരുടെ തീവ്രവാദത്തെക്കുറിച്ചും അവരുടെ ഭീകരവാദത്തെക്കുറിച്ചും ടാക്കീസ് കത്തിച്ചതിനെ കുറിച്ചും അമുസ്ലിങ്ങളുടെ വാഹനം കട്ടുകൊണ്ടുപോയതിനെ കുറിച്ചും അതുപോലെ തന്നെ അമുസ്ലിങ്ങളെ കൊന്നതിനെ കുറിച്ചും ഒക്കെ പറഞ്ഞല്ലോ. ഒരുപാട് കൊലകൾ നടത്തിയെന്നൊക്കെ പറഞ്ഞല്ലോ. ഇനി പിന്നെ ഒരു സഖാഫി തന്നെ കാന്തപുരത്തെ കുറിച്ച് പറയുന്നത് കേട്ടോ. 1989 മുതൽ ഇങ്ങോളം മുസ്ലിം ഉമ്മത്ത് എവിടെയൊക്കെ തമ്മിലടിച്ചിട്ടുണ്ടോ, എവിടെയൊക്കെ മുസ്ലിം ഉമ്മത്ത് വെട്ടിക്കൊലപ്പെടുത്തിയിട്ടുണ്ടോ, എവിടെയൊക്കെ മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യം തകർത്തിട്ടുണ്ടോ, അതിന്റെയൊക്കെ സൂത്രധാരണം അവസാനം വരെ മുസ്ലിം ഉമ്മത്ത് തകരുന്നതിന് മറുപടി പറയേണ്ട ഏക വ്യക്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരാണ്. കേട്ടില്ലേ? മനസ്സിലായല്ലോ? കേട്ടില്ലേ? നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും, മുസ്ലിം സമൂഹത്തിനിടയിൽ നടക്കുന്ന സകല പ്രശ്നങ്ങൾക്കും ഉത്തരവാദിത്തം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് തന്നെയാണ് എന്നാ പറഞ്ഞത്. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് തന്നെയാണ്. ഇവിടെ ഫിത്ന ഉണ്ടാക്കുക, ആർക്കല്ലോ വേണ്ടി പിന്നെ ചാരപ്പണി നടത്തുക, ഇതാണ് ഈ പറയുന്ന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ കലാപരിപാടി. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ബേജാറ് വേണ്ട, ചാരപ്പണി നടത്തുന്നൊക്കെ. ഇതാ അമ്പലക്കൽ ഹമീദ് ഫൈസി പറഞ്ഞുതരും. ജൂതന്മാരുടെ ഒരു ചാരനായി മുസ്ലിം സംഘടിത സമൂഹത്തെ ഭിന്നിപ്പിക്കാനും മുസ്ലിങ്ങൾ വോട്ട് ഭിന്നിപ്പിക്കാനും അതുവഴി രാജ്യത്തെ അസ്ഥിരപ്പെടുത്തി രാജ്യത്ത് കലാപം സൃഷ്ടിക്കാനുള്ള മോഡിയുടെ നീക്കത്തിന് പിന്നിൽ പ്രത്യേകിച്ചും അമേരിക്കയും ഇസ്രായേലും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന വാർത്ത വരുമ്പോൾ അതിൻ്റെ ഒരു ഏജന്റായി കാന്തപുരം പ്രവർത്തിക്കുന്നുവോ എന്ന് ന്യായമായും സംശയിക്കേണ്ട സാഹചര്യം നിലവിലുണ്ട്. അമ്പലക്കൽ ഹമീദ് ഫൈസി എന്താ പറഞ്ഞത്? ജൂതചാരനാണ് എന്ന് ന്യായമായി സംശയിക്കേണ്ടത്. നമുക്കും സംശയമുണ്ട്. ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ അനുയായികളും ഈ സമൂഹത്തിന്റെ മുന്നിൽ ചെയ്തു വെക്കുന്ന പ്രവർത്തിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കും സംശയമുണ്ട്. ഇവരോട് ഫിത്ന ഉണ്ടാക്കുകയല്ലാതെ വേറെ എന്താണ് ഇവർ ചെയ്തിട്ടുള്ളത്? നിങ്ങൾക്ക് ഇവർ നടത്തിയ അക്രമങ്ങൾ കാണിച്ചു തരാം. ഇവർ ഈ നിയമം പാലിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ഇപ്പോ വഹാബ് സഖാഫി നിയമം പാലിക്കുന്ന നമ്മൾ കണ്ടല്ലോ. പോലീസുകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ നിയമം പാലിക്കണം എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. നിയമം പാലിക്കുന്ന ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇവര് നിയമം പാലിക്കുന്ന ഒരു സംഭവം, മുജാഹിദിന്റെ പ്രോഗ്രാം, മുജാഹിദുകളാണോ നിയമം പാലിക്കുന്നത്, ഇവരാണോ നിയമം പാലിക്കുന്നത് എന്നൊക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇപ്പോ നമ്മുടെ താജുദ്ദീൻ സലായി നടത്തുന്ന ഒരു പ്രോഗ്രാമിലേക്ക് ഇവിടെ പ്രശ്നമുണ്ടാക്കിയാണ്. നിങ്ങൾ കണ്ടു. വിദ്യാർത്ഥി ചെയ്താൽ ഹൗദിൽ കൗസറിലെ വെള്ളം പോകും, നരകമാനവന്റെ സങ്കേതം. അവനില്ല നിസ്കാരം സ്വീകരിക്കൂല, നോമ്പ് സ്വീകരിക്കൂല. നിങ്ങളുടെ നിസ്കാരം സ്വീകരിച്ചു കിട്ടാൻ, നോമ്പ് സ്വീകരിച്ചു കിട്ടാൻ, സക്കാത്ത് സ്വീകരിച്ചു കിട്ടാൻ വേണ്ടി സുഹൃത്തുക്കളെ ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം, അതിനെങ്ങനെ കൈകാര്യം ചെയ്യേണ്ടതുണ്ടോ? നിയമപാലകർ ഇവിടെ ഉണ്ടായിട്ടും നിയമപാലകരെ പോലും അവഗണിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ദാഷ്ട്യം, ആ ദാഷ്ട്യം തൽക്കാലം വിനയപൂർവ്വം ഞങ്ങൾ അവഗണിക്കുകയാണ്. അതേസമയം എന്നോട് നിയമപാലകർ നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. സലഫി പ്രസ്ഥാനം നിയമത്തിന്റെയും നിർദ്ദേശത്തിന്റെയും അടിസ്ഥാനത്തിൽ മാത്രം പ്രവർത്തിച്ച പ്രസ്ഥാനമാണ്. അതുകൊണ്ട് നിയമപാലകർ പറഞ്ഞതിന്റെ മുൻപ് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കും. അവരെന്നോട് 8:40 അവസാനിപ്പിക്കാനാണ് പറഞ്ഞത്. എങ്കിൽ അതിന്റെ മുൻപ് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കും. എന്തുകൊണ്ട്? എന്റെ ദൗത്യം ഇവിടെ അവസാനിച്ചു. നാളെ പരലോകത്ത് ഇതാ എന്റെ രണ്ട് സൈഡിലും ചേരം പിടിച്ചു നിൽക്കുന്ന എന്റെ സുഹൃത്തുക്കളും ഇരുട്ടിൽ നിന്നൊളിഞ്ഞ് എന്നെ കല്ലെറിയുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളും വരും. അന്നത്തെ ദിവസത്തിന് മുമ്പേ നിങ്ങൾക്ക് ഞങ്ങൾ മാപ്പ് നൽകിയിരിക്കുന്നു. നിങ്ങളുടെ വിശ്വാസത്തോട് കാണിക്കുന്ന ആദരവാണ് ഉള്ളൻകല്ലായി വരുന്നത്. ഇത് നിങ്ങളുടെ കുഴപ്പമല്ല, നിങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരുടെ കുഴപ്പമാണ്. അറിയാം ഞങ്ങൾക്ക് അവരെ. നിങ്ങൾ ഈ കല്ലേറ് നടത്തിയിട്ടില്ലെങ്കിൽ അവർക്ക് ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. നാളെ പോയി ചോദിക്കൂ. സംസ്കാരം കഴിഞ്ഞിട്ട് ഉസ്താദിനോട് ആയിഷ ബീവി ആഘോഷിച്ചതുണ്ടോ, സിദ്ദീഖ് റളിയല്ലാഹു ആഘോഷിച്ചതുണ്ടോ, സഹാബത്ത് ആഘോഷിച്ചതുണ്ടോ, ഖുർആനിൽ ഇതിന് തെളിവുണ്ടോ? ഖുർആനിൽ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ സൂറത്ത് യൂനുസിൽ ആയത്ത് പറഞ്ഞു തരും. അപ്പൊ സഹോദരങ്ങളെ കണ്ടില്ലേ? ഈ രീതിയിൽ നേരിടുകയാണ്. മനസ്സിലായല്ലോ? നേരിടുകയാണ്. മുജാഹിദിന്റെ പ്രോഗ്രാമിലേക്ക് കല്ലെറിയുകയാണ്. ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ അവിടെ അക്രമങ്ങൾ അയച്ചുവിടുകയാണ്. ഇതൊന്നും രണ്ടു സ്ഥലമൊന്നല്ല. കേരളക്കരയിൽ അനവധി സ്ഥലങ്ങളിൽ ഒരു രീതിയിൽ ആക്രമണം നടത്തിയിട്ടില്ലേ? ബോംബുകൾ എറിഞ്ഞിട്ടില്ലേ സ്റ്റേജിലേക്ക്? സലാഹുദ്ദീൻ അയ്യൂബി എന്ന് പറയുന്ന ഒരു പ്രഭാഷകന്റെ നേരെ ബോംബ് എറിഞ്ഞില്ലേ ഇവർ? ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാം, അവിടെ സംസാരിക്കുന്ന വേദങ്ങളെ കുറിച്ചൊക്കെയാണ്. ആ ഒരു പ്രോഗ്രാമിൽ പോലും വന്ന് അക്രമങ്ങൾ അയച്ചു വിട്ടില്ലേ ഇവർ? ഒരിക്കലുമില്ല. ബാന്ധവ മാനവ സർവേ സ്വദേശ ഭുവനത്രയമെന്ന ഹൈന്ദവ ദാർശനിക പ്രമാണങ്ങളിൽ ആഴത്തിൽ അറിവുള്ള പ്രമുഖരായ ഋഷിവര്യന്മാർ ഭാരതീയരെ പഠിപ്പിച്ചത് സകല മനുഷ്യരും ബന്ധുക്കളാണ്, അവരുടെ സ്വദേശമാണ് ഭൂമി എന്ന ആശയമാണ്. ഈ ആശയത്തെ ആദർശത്തെ കണ്ടില്ലേ സഹോദരങ്ങളെ? ഇനി മുസ്ലിയാക്കന്മാർ തന്നെ സ്റ്റേജിലേക്ക് വരുന്നു. മുജാഹിദ് ബാലുശ്ശേരിയും അതുപോലെ തന്നെ സുഹൈർ ചുങ്കത്രയൊക്കെ ഉള്ള ഒരു പ്രോഗ്രാമിലേക്ക് മുസ്ലിയാക്കന്മാർ വരുന്നത് കണ്ടോ നിങ്ങൾ? മുസ്ലിയാക്കന്മാർ സ്റ്റേജിലേക്ക് തന്നെ കടന്നു വരികയാണ്. തലയിൽ കെട്ടിട്ടേ മുസ്ലിയാക്കന്മാർ, ഈ കോട്ട് സക്കാഫിയെ പോലെയുള്ള മുസ്ലിയാക്കന്മാർ.
അർശിന്റെ തണൽ നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുസ്ലിയാക്കന്മാർ മര്യാദയുള്ളവരാകണം. മുസ്ലിയാക്കന്മാർ മര്യാദയുള്ളവരാകണം. ഇരിക്കിൻ മുസ്ലിയാക്കന്മാർ, ഇരിക്കിൻ മുസ്ലിയാക്കന്മാർ, ഇരിക്കിൻ. ബഹുമാനപ്പെട്ട മുസ്ലിയാക്കന്മാർ ഇരിക്കിൻ. ബഹുമാനപ്പെട്ട മുസ്ലിയാക്കന്മാർ ഇരിക്കിൻ. ഇരുന്നിട്ട് സംസാരിക്കാം. ഇരിക്കൂ, ഇരിക്കൂ, ഇരിക്കൂ. നാട്ടുകാരെ, നിങ്ങൾ കണ്ടില്ലേ മുസ്ലിയാക്കന്മാരുടെ മര്യാദ? നാട്ടുകാരെ, നിങ്ങൾ കണ്ടില്ലേ മുസ്ലിയാക്കന്മാരുടെ മര്യാദ? ഇനിയും കാണിച്ചു തരാം ഇവരുടെ ഗുണ്ടായിസം എന്താണ് എന്നൊക്കെ ശരിക്കും നമുക്ക് കാണിച്ചു തരാം. ഒരു മുസ്ലിയാർ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത് പിടികൂടുന്നുണ്ട്. ഒരു മഹലിൽ നടന്നതാണ്. അതിനെക്കുറിച്ചൊന്ന് കാണാം. ഇവരുടെ സംസ്കാരം കാണിക്കാൻ വേണ്ടിയാണ് ഇത് കാണിച്ചു തരുന്നത്. അല്ല, ഞാൻ പറയട്ടെ, ഞാൻ ഇയാളെ കാണാൻ വേണ്ടി റൂമിന്റെ ഉള്ളിൽ ആ കവറേജ് പോയിന്നേ ഉള്ളൂ. അതിനെന്താ എന്താണോ പള്ളിയിൽ കയറാൻ പാടില്ല. ഇതാണ് സാധനം കൊണ്ടുവരുന്നത്. ഈ സാധനത്തെ പള്ളികളിൽ വരില്ല. നമ്മളെ മുതലിൽ നിന്ന് മറ്റേ ഇതിന്റെ അല്ലല്ലേ, പൂജാലിന്റെ തന്നെയാണ്. കണ്ടില്ലേ സഹോദരങ്ങളെ, ഈ രീതിയിലാണ്, ഈ രീതിയിൽ അക്രമങ്ങൾ അയച്ചുവിടാൻ വേണ്ടി, കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പലതും കൊണ്ടുവരികയാണ്. ആ ചൊറിയൻ ചപ്പിലി ഉണ്ടല്ലോ, എന്തോ ഒരു പറയല്, ആ സാധനമൊക്കെയാണ് കയ്യിലുള്ളത്. ഇതൊക്കെ കൊണ്ടുവരെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇനി ഒരു സ്റ്റേജിലേക്ക് മുസ്ലിയാർ വന്ന് പ്രഭാഷകനെ നേരെ കയ്യേറ്റം ചെയ്യാൻ പോകുന്ന ശ്രമം നമുക്ക് കാണാം. കൊണ്ട് ഇന്നാളിൽ നിന്നാളിലേക്ക്, ഇന്നാളിൽ നിന്നാളിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് തലയിക്കെട്ടിട്ട് സാധനമാണ് സ്റ്റേജിലേക്ക് കയറുന്നത്. കണ്ടോ, പ്രഭാഷകനെ തല്ലാൻ വേണ്ടിയാ കയറിയത്. സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ ഇൽമിന്റെ സദസ്സാണിത്. ഇവരാണ് വലിയ മാന്യത പഠിപ്പിക്കുക. മുജാഹിദ് ബാലുശ്ശേരി നടത്തുന്ന ഒരു പ്രോഗ്രാമിലേക്ക് വരുന്നത്. സൂറത്തെ ആൽ ഇംറാനിലെ ആണല്ലോ വിശുദ്ധ ഖുർആൻ സൂറത്തെ ആൽ ഇംറാനിൽ പറഞ്ഞിട്ടുള്ള ഒരു വാചകമാണ് നിങ്ങളെ കളിപ്പിക്കാൻ പോകുന്നത്. നമ്മുടെ പ്രസംഗം ജനങ്ങൾക്ക് ക്ലിക്ക് ചെയ്തു. ജനസമൂഹത്തിനിടയിൽ നല്ല മാറ്റം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തെ ആൽ ഇംറാനിൽ പറയാണ്. കണ്ടില്ലേ, ഇനി അടുത്തൊന്നും കൂടി കാണിച്ചു തരാം. സഹോദരങ്ങളെ, ആദർശം ജയിക്കും തോന്നി ഇവർ ചെയ്യുന്ന നടപടിയെ ഇത് ഇവരുടെ സംസ്കാരമാണ്. ഇവരെ മുസ്ലിയാക്കന്മാർക്ക് സംസ്കാരം ഇല്ലാത്തതുകൊണ്ട് ഓല് പറഞ്ഞയക്കണത്. ഇത് ഇവർ ചെയ്യുന്നതാണ്. നിങ്ങൾ കാര്യമാക്കണ്ട. മുജാഹിദുകൾ ശക്തമായി നിൽക്കുക. മുജാഹിദുകൾ ശക്തമായി ജനങ്ങൾ തിരിച്ചറിയാം. എന്തെന്നൊക്കെ പേടി? ക്ലിപ്പിംഗിന്റെ പൂർണ്ണ രൂപത്തെ എന്തെന്നൊക്കെ പേടി? നിങ്ങളുടെ കയ്യിൽ ശക്തമില്ല. നിങ്ങൾക്ക് സത്യത്തെ പേടിയാണ്. നിങ്ങളുടെ കയ്യിൽ ഷീട്ട് കൊട്ടാടും പോലെ തകർന്നു പോകുന്ന ശിർക്കൻ വിശ്വാസങ്ങളാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് മുജാഹിദുകൾ ഒന്നിരിക്കും. ഇനി അടുത്തത് കാണിച്ചു തരാം. വേണ്ടി പോവുകയാണ് പുരോഹിതന്മാർ. ചോദിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ എന്തേ ശരിയാക്കാഞ്ഞത്? അലം യൗതികും നദീർ, നിങ്ങൾക്ക് മുന്നറിയിപ്പ്. ഇവിടെ പ്രോഗ്രാമിന് നേരെ അതിശക്തമായി കല്ലെറിയാണ്. ഒരുപാട് ആളുകൾ തലയൊക്കെ പൊട്ടി ചോരയൊക്കെ വന്നിട്ടുണ്ട്. ഹുസൈൻ സലഫിയുടെ പ്രോഗ്രാമാണ്. അതിലേക്കാണ് ഈ പറയുന്ന മുസ്ലിയാക്കന്മാരുടെ കൂട്ടത്തിലുള്ള ആളുകൾ, മുസ്ലിയാക്കന്മാരടക്കമുള്ള ആളുകൾ തുരുതുരാ കല്ലെടുത്തെറിയുന്നത്. അങ്ങനെ ആ പ്രോഗ്രാം അവിടെ നിർത്തേണ്ടി വന്നു. ിക്കുമ്പോൾ അതിനെതിരെ ശരിയായ നിലക്കുള്ള മറുപടി പറയാൻ ഏത് നിലക്കാണ് പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കുക? ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു പ്രത്യേകമായ അവസ്ഥ നമ്മുടെ മനസ്സിലുണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا انك انت السميع العليم. اللهم انا نجعلك في نحورهم ونعوذ بك من شرورهم. اللهم انا نجعلك في نحورهم ونعوذ بك من شرورهم. കണ്ടില്ലേ സഹോദരങ്ങളെ, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഇവർ നടത്തിയിട്ടുണ്ട്. ഒരു മുഖാമുഖത്തിൽ അങ്ങനെ തന്നെ വന്ന് കുറെ മുസ്ലിയാക്കന്മാർ വന്ന് കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. തുരുതുരാ കല്ലെറിഞ്ഞിട്ടുണ്ട്. പല ആളുകളുടെയും തലപൊട്ടി ചോരയൊലിക്കുന്ന രംഗം വരെ നമ്മൾ കണ്ടതാണ്. നിരവധി അതുപോലെ അക്രമങ്ങൾ ഇവർ നടത്തിയിട്ടുണ്ട്. മനസ്സിലായല്ലോ, നിരവധി അനവധി അക്രമങ്ങൾ. ഒരു മുഖാമുഖം കൊലപ്പെടുത്തുവാൻ വേണ്ടി ഉദ്ദേശപൂർവ്വം വന്ന ആളുകൾ കല്ലേറ് തുടങ്ങിയിട്ടുണ്ട്. ഒരു കാരണവശാലും നമ്മുടെ പ്രവർത്തകർ പ്രകോപിതരാകരുത്. സമാധാനപൂർവ്വം ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകുവാൻ എല്ലാ ആളുകളും അവരവരുടെ സീറ്റിലിരിക്കുക. ഈ പരിപാടി കേൾക്കുവാൻ വേണ്ടി വന്നിട്ടുള്ള നമ്മുടെ മുഴുവൻ പ്രവർത്തകരും
തങ്ങളുടെ സീറ്റിലിരിക്കുക. ഇരുട്ടിന്റെ ശക്തികൾക്ക് ആവശ്യം തൗഹീദിനെ തടയിടലാണ്. അതിന് നാം ഒരിക്കലും വടിയാകാതിരിക്കുക. നമ്മുടെ പ്രവർത്തകർ കസേരയിട്ട് അവിടെ ഇരിക്കുക. കസേര തലയിൽ വെച്ച ആളുകൾ താഴെ ഇരിക്കുക. സുഹൃത്തുക്കളെ, പെർമിഷൻ എടുത്ത് ചോരപൊട്ടി സഹോദരനെ കൊണ്ടുവരുന്നത് കുറച്ച് വെള്ളം കുടിക്കും. സുഹൃത്തുക്കളെ, ആദർശ പ്രചരണത്തിന് വേണ്ടി ഇന്ത്യൻ ഭരണഘടന നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ച് പെർമിഷൻ എടുത്ത് നിയമപാലകരുടെ സംരക്ഷണത്തിൽ പരിപാടി നടത്താനാണ് നമ്മൾ ഇവിടെ വന്നത്. പക്ഷേ കല്ലേറ് നടത്തിക്കൊണ്ടും ആളുകളെ ആക്രമിച്ചുകൊണ്ടും ഇതിനെ നേരിടുക എന്നതാണ് നമ്മുടെ സഹോദരന്മാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരങ്ങളെ കണ്ടല്ലോ, ഈ രീതിയിൽ നിരവധി കുഴപ്പങ്ങൾ ഉണ്ടാക്കിയ ടീമാണ് ഇപ്പം വലിയ മാന്യന്മാരായി വന്നുകൊണ്ട് വീഡിയോ ഇറക്കിക്കൊണ്ട് ഇവിടെ മുജാഹിദുകൾ എന്തോ വലിയ സംഭവം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അവിടെ പ്രോഗ്രാമിൽ ഏതാനും മിനിറ്റുകൾ അധികം എടുത്തു എന്നുള്ളത് ഒഴിച്ച് അവിടെ എന്ത് പ്രശ്നമാണ് ഉണ്ടായത്? അവിടെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. എന്നാൽ ഇത് വലിയൊരു പ്രശ്നം, അവിടെ എന്തോ ഭീകര സംഭവം നടത്തും എന്നൊക്കെ വരുത്തി തീർക്കാനാണ് ഈ കോട്ട് മാക്രിയെ പോലെയുള്ള മുസ്ലിയാക്കന്മാർ രംഗത്ത് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ സഹോദരങ്ങളെ, കാര്യങ്ങൾ മനസ്സിലാക്കുക. ഈ പറയുന്ന കുബൂരി വർഗം, ഈ കാന്ത വിഭാഗം എന്തൊക്കെ പ്രശ്നങ്ങളിവിടെ നടത്തിയിട്ടുണ്ട്. കണ്ടില്ലേ സഹോദരൻ, ഇതുപോലെ നിരവധി മുസ്ലിയാക്കന്മാർ നടത്തിയ പ്രശ്നങ്ങളുടെ വീഡിയോകൾ നിങ്ങൾക്ക് യൂട്യൂബിലും ഒക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഈ അടുത്ത് കാഞ്ഞങ്ങാട് നടന്നു, അതുപോലെ തന്നെ പ്രോഗ്രാം നിർത്തിച്ചു, മറ്റൊരു ദിവസം പ്രോഗ്രാം നടത്തേണ്ടി വന്നു. അതുപോലെ തന്നെ കാസർഗോഡ് ഭാഗത്ത് നടന്നു. ഈ അടുത്ത കാലത്ത് നടന്നതാണ് ഇതൊക്കെ. മനസ്സിലായി? സ്റ്റേജുകളൊക്കെ വലിച്ച് ഇടുകയും ഒക്കെ ചെയ്തു. വളരെ മോശമായ തെറികൾ വിളിച്ചു. ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നതാണ് ഈ തലയിൽ കെട്ടിട്ട മുസ്ലിയാക്കന്മാർ തന്നെയാണ്. എന്നിട്ടാണ് ഇവർ വലിയ മൈക്ക് പെർമിഷന്റെയും സംഭവം ഒക്കെ പറയുന്നത്. പിന്നെ ഈ കോട്ട് മാക്രി ലീഗിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിനെ വേറൊരു രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കിതാബ് തൗഹീദ്, ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബ് തൗഹീദ് എന്ന് പറയുന്ന ഗ്രന്ഥം, അത് ISIS-ന്റെ അവർ ക്ലാസ് എടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ പിന്നീട് ഇറക്കാം. ഇത് തന്നെ ഒരുപാട് ലെങ്ത് അധികമായതുകൊണ്ടാണ് ചുരുക്കുന്നത്. ഇനിയും ഒരുപാട് വീഡിയോസും അതുപോലെ തന്നെ ഇവരുടെ മുസ്ലിയാക്കന്മാർ നടത്തിയ ആക്രമണങ്ങളുടെ വാർത്തകളും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ട്. അതൊക്കെ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം പോകും. അതുകൊണ്ടാണ് നിർത്തുന്നത്. മറ്റൊരവസരത്തിൽ നമുക്ക് അതൊക്കെ വായിക്കാം ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ തൽക്കാലം നിർത്തുകയാണ്. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത്തരത്തിലുള്ള ദജ്ജാലുകളുടെ തമ്മാടികളുടെ ഫിത്നയിൽ നിന്നും അള്ളാഹു ഈ സമുദായത്തെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.